വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം വീറുറ്റ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അത് കോൺഗ്രസിനെ സംബന്ധിച്ചല്ല, BJPയെ സംബന്ധിച്ച്. കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് CPM വിജയിച്ച, ഇടതുപക്ഷം വിജയിച്ച നേമം ചരിത്രത്തിൽ ആദ്യമായി 2016 താമര വിരിഞ്ഞ ഒരു മണ്ഡലം. കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലം. രാജഗോപാലിലൂടെ BJP അട്ടിമറി വിജയം നേടിയ നേമത്ത് കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക്, വളരെ ചെറിയ വോട്ടുകൾക്ക് കുമ്മനം രാജശേഖരന് പരാജയപ്പെടേണ്ടി വന്നു. പക്ഷെ ആ പരാജയത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവുമായ K. മുരളീധരൻ നേമത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയെന്നുള്ളതാണ്. കഴിഞ്ഞ 2016 വെറും 13,000 വോട്ട് മാത്രമായിരുന്നു ആ മണ്ഡലത്തിൽ UDFന്റെ സമ്പാദ്യമെങ്കിൽ 2021 എത്തിയപ്പോഴേക്കും അത് 36,000-ലധികം വോട്ടായി K. മുരളീധരൻ വർദ്ധിപ്പിച്ചു. അപ്പോൾ 23,000-ലധികം വോട്ട് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച, UDF ടിക്കറ്റിൽ മത്സരിച്ച മുരളീധരന്റെ അക്കൗണ്ടിലേക്ക് എത്തിയപ്പോഴാണ് 4,000, 5,000 വോട്ടുകൾക്ക് BJPക്ക് പരാജയപ്പെടേണ്ടി വന്നത്. BJPയുടെ ഏറ്റവും ഉറച്ച ഒരു മണ്ഡലം തന്നെയാണ് ആ നേമമണ്ഡലം. ഇത്തവണ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നു. നേരത്തെ തന്നെ അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതാണ്. സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ അംഗീകരിച്ച ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഇത്തവണ കോൺഗ്രസിൽ ആരായിരിക്കും അവിടെ മത്സരിക്കാൻ എത്തുക? ആ ചോദ്യമാണ് ഏറ്റവും സജീവമായി ഉയരുന്നത്. കോൺഗ്രസിന് അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ BJPയുടെ വിജയം സുനിശ്ചിതമാണ്. BJP രാവിലെ 10 മണിക്കോ 11 മണിക്കോ കൗണ്ടിംഗ് ആരംഭിച്ചു കഴിയുമ്പോൾ BJPയുടെ വിജയം പ്രഖ്യാപിക്കപ്പെടും. കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ തവണ K. മുരളീധരൻ മത്സരിച്ച പോലെ ഒരു VIP സ്ഥാനാർത്ഥി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന് വരുമോ? K. മുരളീധരനെ തന്നെ മത്സരിപ്പിക്കാൻ ചില ചരടുവലികൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. മുരളീധരൻ ആ നീക്കങ്ങൾക്ക് പിടികൊടുത്തില്ല. ഇനിയും ആത്മഹത്യ ചെയ്യാൻ തന്റെ ജീവിതം അവശേഷിക്കുന്നില്ല എന്ന് K. മുരളീധരൻ പറഞ്ഞു. മറ്റുള്ള ആരെങ്കിലും മത്സരിക്കട്ടെ, രമേശ് ചെന്നിത്തല മത്സരിക്കട്ടെ, അല്ലെങ്കിൽ VD സതീശൻ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള KC വേണുഗോപാൽ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ മത്സരിക്കട്ടെ, എന്തിനേറെ പറയുന്നു ഷാഫി പറമ്പിലെങ്കിലും മത്സരിക്കട്ടെ, ഇതായിരുന്നു K. മുരളീധരൻ അടക്കമുള്ളവരുടെ ഇക്കാര്യത്തിലെ നിലപാട്. ഇവരാരും തന്നെ അവിടെ മത്സരിക്കാൻ തയ്യാറല്ല. കാരണം അതൊരു കോൺഗ്രസ് മണ്ഡലമല്ല, അതൊരു BJP മണ്ഡലമാണ്. BJPയും കോൺഗ്രസും തങ്ങളുടെ വോട്ടുകൾ ബലാബലം പോലെ പിടിക്കുമ്പോൾ നേടിയ വോട്ടുകൾക്ക് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ജയിച്ചു പോകുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ മന്ത്രിയായ V. ശിവൻകുട്ടിയും അവിടെ മത്സരിക്കാനില്ലെന്നാണ് ഏറെക്കുറെ പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ CPMനും കോൺഗ്രസിനും ശക്തരായ സ്ഥാനാർത്ഥികളോട് മത്സരിക്കാനില്ലെങ്കിൽ ഈസി വാക്ക് ഓവറാണ് രാജീവ് ചന്ദ്രശേഖരന് നേമത്ത് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. ഇവിടെയാണ് കോൺഗ്രസ് ഒരു കളി കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ കളി മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തെ MP ശശി തരൂരിനെ നേമത്ത് മത്സരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു. ശശി തരൂർ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ലോക്സഭയിൽ വളരെ കഷ്ടപ്പെട്ടാണ് വിജയിച്ചു കയറിയത്. രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു NDA സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ ഒരു 10,000, 10,000, 12,000 വോട്ടുകൾക്ക് മാത്രമാണ് ശശി തരൂർ വിജയിച്ചു കയറിയത്. അവസാന നിമിഷം വരെ മുന്നിൽ നിൽക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഒടുവിൽ കോസ്റ്റൽ ബെൽറ്റിലെ തീരദേശ മേഖലകളിലെ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസ് അനുകൂലമായ ഒരു തരംഗമുണ്ടായി. BJP വിജയിക്കാതിരിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിങ്ങുകൾ ഉണ്ടായി. അതുമൂലം രാജീവ് ചന്ദ്രശേഖരനെ മറികടന്നുകൊണ്ട് ശശി തരൂർ വിജയിച്ചു. ശശി തരൂർ അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ BJP താമര വിജയിക്കുമായിരുന്നു, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അത്തരത്തിൽ ഉള്ള ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഏറെക്കുറെ പുറത്തായ അവസ്ഥയിലാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ, ഗാന്ധി കുടുംബത്തിനെതിരെ, നെഹ്റു കുടുംബത്തിനെതിരെയൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൽ അനഭിമതനായിരിക്കുന്നു ഇപ്പോൾ ശശി തരൂർ എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രവുമല്ല, മോദിയെ പുകഴ്ത്തി പറയുക, മോദി ഭരണത്തെക്കുറിച്ച് വലിയ സ്തുതി നടത്തുക, ഇതിലൊക്കെ തന്നെ കോൺഗ്രസുകാർക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ശശി തരൂരിനോട് കടുത്ത വിയോജിപ്പുണ്ട്, കടുത്ത എതിർപ്പുണ്ട്. എങ്കിലും ശശി തരൂരിനെ പുറത്താക്കാനോ ശശി തരൂരിന് ഏതെങ്കിലും തരത്തിൽ ശശി തരൂരിനെതിരെ ഒരു നടപടി എടുക്കാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അത്തരമൊരു നടപടി ഉണ്ടായാൽ തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നീട് പോകുന്നത് BJPയിലേക്കായിരിക്കും. അത് BJPക്കുള്ളിൽ വലിയൊരു സ്വീകാര്യത ലഭിക്കാൻ കാരണമാകും. അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം തരൂരിന് നൽകേണ്ടതില്ല എന്നതുകൊണ്ട് മാത്രമാണ്
കോൺഗ്രസ് തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്. ഇപ്പോൾ തരൂരിനെ ഒതുക്കാൻ കോൺഗ്രസിന് കിട്ടിയ ഒരു വലിയ അവസരമായിട്ട് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. ശശി തരൂർ MP സ്ഥാനം രാജിവെച്ച് അല്ലെങ്കിൽ MP സ്ഥാനത്ത് തുടർന്നുകൊണ്ട് നേമത്ത് മത്സരിക്കുക. നേമത്ത് തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന് കിട്ടാനില്ല എന്നാണ് കോൺഗ്രസിലെ കുറച്ചെങ്കിലും നേതാക്കന്മാർ ഇതിനകം വ്യക്തമാക്കുന്നത്. ഹൈക്കമാൻഡിന് മുന്നിലടക്കം അവർ ഈ വിഷയം പറയുന്നുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ചു കെട്ടണമെങ്കിൽ അവിടെ കോൺഗ്രസിന് സർവ്വസ്വീകാരനായ ഒരു നേതാവ് ഉണ്ടാകണം. നിലവിൽ ശശി തരൂർ മാത്രമേ തിരുവനന്തപുരത്ത് അത്തരമൊരു നേതാവായുള്ളൂ. അതുകൊണ്ട് തന്നെ തരൂരിനെ നേമത്ത് മത്സരിപ്പിക്കാനുള്ള വലിയ പരിശ്രമം കോൺഗ്രസിലെ സംസ്ഥാന ദേശീയ നേതാക്കൾ നടത്തുന്നുണ്ട്. ഇത് തരൂരിന്റെ ഒരു പണിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നേമത്ത് തരൂർ മത്സരിക്കുകയാണെങ്കിൽ, പരാജയപ്പെടുകയാണെങ്കിൽ തരൂരിനുള്ള ബാർഗൈനിങ് പവർ പൂർണ്ണമായി നഷ്ടപ്പെടും. തരൂരിനെ പാർട്ടിയിൽ തന്നെ ഒതുക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തും. തരൂരിന് പിന്നീട് BJPയുമായി വിലപേശാനുള്ള ഒരു പവർ ഉണ്ടാകില്ല. അതേസമയം തരൂർ വിജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് നേട്ടമാകും. വിജയിച്ചാൽ പോലും തരൂരിന് മുഖ്യമന്ത്രി കസേരയോ അല്ലെങ്കിൽ ഒരു മന്ത്രി കസേരയോ പോലും നൽകാനുള്ള സാധ്യതയില്ല. അല്ലാത്ത പക്ഷം തരൂർ വോട്ട് പിടിക്കുകയും തരൂർ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്താൽ അവിടെ BJP വിജയിക്കാതെ കഴിഞ്ഞ തവണത്തെ പോലെ നേരിയ വോട്ടുകൾക്കെങ്കിലും CPM വിജയിക്കാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതാക്കന്മാർ തള്ളിക്കളയുന്നില്ല. അങ്ങനെ തരൂരിനെ ഒരു ചാവേറാക്കി നേമത്തിറക്കാനുള്ള വലിയ പരിശ്രമം കോൺഗ്രസ് നേതൃത്വം നടത്തുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.